നബിതങ്ങളെ കുറിച്ച് ഖബറിൽ ചോദ്യം വരൂലേ? അള്ളാന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ എന്താ വിശ്വസിച്ചതെന്ന് ചോദ്യം വരൂലേ? അവിടെ എന്ത് പറയാനാ കണ്ടിട്ടുള്ളത്? അവിടുന്ന് പഠിപ്പിച്ച ദീനാണോ കൊണ്ടു നടക്കുന്നത്? അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള ആദർശമാണോ കൊണ്ടു നടക്കുന്നത്? ഖബർ സിയാറത്ത് എന്ന ഓമന പേരിടുക, എന്നിട്ട് ഉറൂസ് നടത്തുക, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഇത് പറയുമ്പോ സലഫികൾക്ക് ഖബർ സിയാറത്തിനോട് വെറുപ്പാണെന്ന് അതേ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. ഖബർ സിയാറത്തല്ല പ്രശ്നം, ഖബർ കാണാൻ പോകുന്നതല്ല പ്രശ്നം. ഖബർ കാണാൻ പോകുന്നത് നല്ലതാണ്. കാരണം എന്താണ്? ഒരു ഖബർ കാണുമ്പോ കാണുന്ന നമ്മുടെ മനസ്സിൽ ഒരു പേടി. അതെന്താ? എന്റെ കൂടെ കളിച്ചു ചിരിച്ച് നടന്ന ഒരു സ്നേഹിതനാണല്ലോ ഈ കിടക്കുന്നത്, അതല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു കാരണവരാണല്ലോ ഈ ഖബറിന്റെ അകത്തുള്ളത്, അതല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ഒരു സഹോദരൻ സഹോദരിയാണല്ലോ ഈ മരിച്ച് ഈ ഖബറിന്റെ അകത്ത് മറമാടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനാണല്ലോ ഞാനും. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ചുകൊണ്ടല്ലേ ആ സഹോദരൻ മയ്യത്ത് കട്ടിലേറിപ്പോയി 6 അടി മണ്ണറക്കുള്ളിൽ ഏകനായി കഴിയുന്നത്. ഞാനും അതുപോലെ തന്നെ മരിക്കും. എന്റെ ഈ ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അസ്തമിക്കും. ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനകൾ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ അനുസരിച്ചുകൊണ്ട് നല്ലവനായി ജീവിച്ചാലേ ആ ഖബറിൽ എനിക്ക് ശാന്തി കിട്ടുകയുള്ളൂ, ആ ഖബറിൽ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ഈ ബോധം ഉദിക്കാൻ വേണ്ടി ഖബറിന്റെ സമീപത്തേക്ക് പോകാം. മഹ്ശറിനെ കുറിച്ച് ഓർമ്മ വരാൻ, പരലോകത്തെ കുറിച്ച് ബോധം വരാനൊക്കെ ഖബറിന്റെ സമീപത്തേക്ക് പോകാം. പക്ഷേ ഉള്ളാളത്തെ ദർഗയിലും ഇനി രാജ്യത്തുള്ള ഏത് ദർഗയിലും പോകുന്നത് ഇതിനു വേണ്ടിയിട്ടാണോ? പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സുകൊടുത്ത് ചിന്തിച്ചു നോക്കൂ. ആരാണ് മരണചിന്തയുണ്ടാകാൻ ദർഗയിൽ പോകാറുള്ളത്? ആരാണ് പരലോകത്തെ ഒന്ന് ചിന്തിക്കാൻ ദർഗയിൽ പോകാറുള്ളത്? മറിച്ച് ആഗ്രഹ സഫലീകരണം, ശ്വാസം മുട്ട്, പരീക്ഷ പാസാകൽ, പരീക്ഷയിൽ വിജയിക്കൽ, ഒരുപാട് മഖാമുകളിൽ വ്യഞ്ചരിച്ച പേനയാണിപ്പോ തട്ടിപ്പുകാർ കൊണ്ട് നടക്കുന്നത്. ദർഗകളിൽ കൊണ്ടുപോയി കറാമത്ത് ചാർജ് ചെയ്തിട്ടുള്ള പേനകൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണ്. അതേ ദർഗയിലുള്ള ആ വലിയ നിന്നെ പരീക്ഷയിൽ വിജയിപ്പിച്ചോളും, ഈ പേന കൊണ്ടുപോയിക്കോ. തട്ടിപ്പിന്റെ എന്തൊക്കെ രൂപങ്ങളാ!